മികച്ച NABL അക്രഡിറ്റഡ് ലാബുകളുമായി സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു. കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും. MHL സ്മാർട്ട് ലാബ്സ്. സീലിയ അഗസ്റ്റിൻ അനുസ്മരണവും ജനപ്രതിനിധികൾക്ക് സ്വീകരണവും സംഘടിപ്പിച്ചു. പുല്ലൂറ്റ് AK അയ്യപ്പൻ CV സുകുമാരൻ വായനശാലയിലെ സജീവ അംഗമായിരുന്ന സീലിയ അഗസ്റ്റിന്റെ 3ാം ചരമവാർഷിക ദിനവും വായനശാല അംഗങ്ങളായ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികൾക്കുള്ള അനുമോദനവും നടന്നു. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി M രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വായനശാലകളുടെ പ്രവർത്തനം പുസ്തകങ്ങളുടെ സംഭരണവും വിതരണവുമായിരുന്നു. വായനശാലയിൽ കുറേ പുസ്തകങ്ങൾ സംഭരിക്കുക, അത് നാട്ടിലുള്ള ആളുകൾക്ക് വായിക്കാൻ കൊടുക്കുക, വായന കഴിഞ്ഞാൽ തിരിച്ചു വാങ്ങുക. ഇതായിരുന്നു കുറച്ച് കാലം മുമ്പ് വരെ നമ്മുടെ നാട്ടിലെ വായനശാലകൾ ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം. അപ്പോൾ വായനശാലയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ജോലി, ഉത്തരവാദിത്വം എന്ന് പറയണത് ആളുകളെ വായിപ്പിക്കുക എന്നത് തന്നെയാണ്. ഒരു മാറ്റവും ആ കാര്യത്തിലില്ല. അതിൽ നിന്നൊന്നും നമ്മൾ പിന്നോട്ട് പോകുന്നില്ല. ആളുകൾ പുസ്തകം എടുക്കണം, വായിക്കണം. അത് തന്നെയാണ് നമ്മുടെ അടിസ്ഥാനപരമായ ജോലി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. പക്ഷെ അത് മാത്രമായാൽ നമ്മുടെ വായനശാലകൾക്ക് അധികം മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോഴാണ് നമ്മൾ വിവിധ വേദികളുടെ രൂപീകരണങ്ങൾ നടക്കുന്നത്. CPIM ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി സീലിയ അഗസ്റ്റിൻ അനുസ്മരണം നടത്തി. ഏറെ വേദനയോടെയാണ് നമ്മൾ ഇന്നും സഖാവിനെ ഓർത്തുകൊണ്ടിരിക്കുന്നത്. സഖാവിൻ്റെ അകാലത്തിലുണ്ടായ വേർപാട്, ആ വേർപാടിൽ നിന്നും ഇനിയും കരകയറാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. സഖാവിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. പുത്തൻവേലിക്കരയിലാണ് സഖാവ് സീലിയ അഗസ്റ്റിൻ ജനിക്കുന്നത്. സഖാവിൻ്റെ കുടുംബം, ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു കുടുംബം എന്ന നിലയിലാണ്. ഇവിടെ ജയചേട്ടനെല്ലാം അത് സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സമൂഹം ഒരു മതനിരപേക്ഷ സമൂഹമാണെങ്കിലും മതരഹിതരായി ജീവിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇന്ത്യ രാജ്യം മതമുള്ളവനും മതമില്ലാത്തവനുമെല്ലാം ഒരുപോലെ ജീവിക്കാൻ വേണ്ടി വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ള റിപ്പബ്ലിക്കാണ്. ജനപ്രതിനിധികളെ അനുമോദിച്ച് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് MS മോഹൻദാസ് സംസാരിച്ചു. ജനപ്രതിനിധികൾക്കുള്ള മെമന്റോകൾ MS മോഹൻദാസ്, M രാജേഷ്, മുസ്താഖ് അലി, PN ദേവി പ്രസാദ്, R പത്മിനി ടീച്ചർ എന്നിവർ വിതരണം ചെയ്തു. സീലിയ അഗസ്റ്റിൻ അനുസ്മരണ ദിനത്തിൽ മകൾ നന്ദു അഗസ്റ്റിൻ വായനശാലയിലേക്ക് പുസ്തകങ്ങൾ നൽകിയത് സംസ്ഥാന കൗൺസിൽ അംഗം PN ദേവി പ്രസാദ് സ്വീകരിച്ചു. നൌഷാദ് കറകപ്പാടത്ത്, PH നവാസ്, KK രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് CP രമേശൻ, PN രാമദാസ്, ശ്രീദേവി തിലകൻ, ചൈതന്യ ബിജു എന്നിവർ സംസാരിച്ചു. ലൈബ്രറി കൗൺസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം R പത്മിനി ടീച്ചർ, താലൂക്ക് ജോയിന്റ് സെക്രട്ടറി രതീഷ രാധാകൃഷ്ണൻ, നേതൃസമിതി കൺവീനർ MB സുധീർ, CPIM ലോക്കൽ സെക്രട്ടറി PN വിനയചന്ദ്രൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി NS ജയന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ MB രേണുക സ്വാഗതവും വയോജനവേദി പ്രസിഡന്റ് UK രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. സാരി സെലക്ഷൻ കഴിഞ്ഞില്ലേ? എത്ര നേരായി? കല്യാണമൊക്കെ അല്ലേ അച്ഛാ, അപ്പോ ഏറ്റവും ബെസ്റ്റ് തന്നെ ആവണ്ടേ? ഇവരെയും കൊണ്ട് കല്യാണ സാരി വാങ്ങാൻ പോകുമ്പോ കാണാം നിങ്ങളുടെ പോക്കറ്റ് കാലിയാവുന്നത്. അത് ഉറപ്പല്ലേ? എന്നാലും ഏറ്റവും ബെസ്റ്റ് തന്നെ വേണം. ശരി ശരി അങ്കിൾ, പോക്കറ്റ് ഒന്നും കാലിയാവില്ല. ഏറ്റവും എലഗൻ ബെസ്റ്റ് സ്റ്റൈൽ ആൻഡ് ഡിസൈൻസും കിട്ടും. പക്ഷേ സ്വയംവര സിൽക്സിൽ തന്നെ പോണം, അതിന് ഞാൻ ഗ്യാരണ്ടി. സ്വയംവര സിൽക്സ്, മനസ്സിന്റെ തൃപ്തി ഇവിടെയാണ്.